പരീക്ഷ എഴുതുന്നവരായിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, നിങ്ങളുടെ സിലബസിലെ ഓരോ ടോപ്പിക്സിൽ നിന്നുകൊണ്ട് തന്നെ തയ്യാറാക്കിയ ഈ ടോപ്പിക് എക്സാം ബുക്കിലെ ഓരോ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ സർക്കാർ ജോലി ഇനി നിങ്ങളെ തേടിയെത്തും. PSCയുടെ അതേ നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഈ ടോപ്പിക് എക്സാം ബുക്ക് ഓർഡർ ചെയ്യാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇനി PSCയുടെ ട്രെൻഡ് അറിഞ്ഞു പഠിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് 10 ക്വസ്റ്റ്യൻ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് 10 ക്വസ്റ്റ്യൻ സീരീസ് എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്ന ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? കേരള ഹിസ്റ്ററിയിൽ തന്നെ ഉള്ള ഒരു ടോപ്പിക് ആയിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായത് കണ്ടെത്തുക. ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ എന്താണ് നിങ്ങളോട് മെയിൻ ആയിട്ട് ചോദിച്ചത് എന്ന് നോക്കുക. അതായത് ശരിയായതാണോ അല്ലെങ്കിൽ തെറ്റായതാണോ എന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് നേരെ ഒരു അണ്ടർലൈൻ അല്ലെ, അതിന് താഴെ ഒരു അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ പ്രസ്താവന വായിച്ച് പിന്നെ അതിന്റെ ഓപ്ഷൻസ് വായിച്ച് പിന്നെ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ അടിച്ച് പോകുന്നില്ല. ഏതാ ശരിയായതാണോ ചോദിച്ചത് തെറ്റായതാണോ ചോദിച്ചത്. അപ്പൊ നേരെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, കണ്ണില് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിയായതാണോ തെറ്റായതാണോ ചോദിച്ചത് എന്നുള്ളത്. ഇനി നമുക്ക് ഓരോ പ്രസ്താവന വെച്ചിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. 5 തെങ്ങ് കലാപം നടന്നത് 1695-ലാണ്. രണ്ടാമത്തെ പ്രസ്താവന, 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് പണ്ടകശാല പണിയാൻ അനുവാദം നൽകിയത് വേണാട് ഭരണാധികാരിയായ ആദിത്യവർമ്മയാണ്. 3 5 തെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആണ്. 4 5 തെങ്ങ് കോട്ട പണി പൂർത്തിയായ വർഷം 1690-ആണ്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഈ പ്രസ്താവനയിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ പ്രസ്താവന നമുക്ക് ഒന്നുകൂടി നോക്കാം. 5 തെങ്ങ് കലാപം നടന്നത് 1695-ലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസ്താവന ശരിയാണെങ്കിൽ ശരി എന്നിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് നേരെ തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രസ്താവന 5 തെങ്ങ് കലാപം നടന്നത് 1695-ലാണോ? അല്ല. ഏതായിരുന്നു വർഷം? 1697 അല്ലെ? 1697-ലാണ് നമ്മുടെ 5 തെങ്ങ് കലാപം നടന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് പണ്ടകശാല പണിയാൻ അനുവാദം നൽകിയത് വേണാട് ഭരണാധികാരിയായ ആദിത്യവർമ്മയാണ്. ആണോ? അല്ല. 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് പണ്ടകശാല പണിയാൻ അനുവാദം നൽകിയത് ആരായിരുന്നു? ആദിത്യവർമ്മയല്ല, ഉമയമ്മ റാണിയാണ് അല്ലെ? ഉമയമ്മ റാണിയാണ് എന്തായത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവിടെ കോട്ടയും അതേപോലെ പണ്ടകശാല നിർമ്മിക്കാനും അനുവാദം നൽകിയ ഭരണാധികാരി. ഇനി അപ്പൊ അതും എന്താണ്, ആ പ്രസ്താവനയും തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കൂ. 5 തെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആണ്. ആണോ? അതും തെറ്റാണ് അല്ലെ? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് എന്ത് ഫാക്ട് ആണ് നമ്മൾ പഠിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്? എന്താണ്, അദ്ദേഹത്തെ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേരിലാണ് നമ്മൾ ഗിഫോർഡ് എന്ന വ്യക്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ആ ഒരു പ്രസ്താവനയും തെറ്റാണ്. ഇനി നാലാമത്തെ പ്രസ്താവന നോക്കൂ. 5 തെങ്ങ് കോട്ട പണി പൂർത്തിയായ വർഷം 1690-ആണ്. ആണോ? അല്ല. 1695-ലാണ് 5 തെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം. പക്ഷെ 1690-ല് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 5 തെങ്ങിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷമാണ് ഇത് 1690. ഇനി നിങ്ങൾ അത് പഠിച്ചില്ലെങ്കിലും ഇതെന്താണ് പഠിച്ചിരിക്കുക, 1695-ലാണ് 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം. അപ്പൊ ഇതില് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് അല്ലെ? അവസാനത്തെ പ്രസ്താവന അടക്കം എല്ലാ പ്രസ്താവനകളും ഇതിൽ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസറിന്റെ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ് എന്നുള്ള ആൻസർ ആണ് ഇതില് ഉത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ മാവിലാന്തോട്, ഓപ്ഷൻ ബി പുരളിമല, ഓപ്ഷൻ സി പനമരം, ഓപ്ഷൻ ഡി മാനന്തവാടി. ഏതാണ് ആൻസർ വരിക? തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി പനമരം അല്ലെ? പനമരം എന്ന സ്ഥലത്താണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് വർഷം? 1802-ലാണ് എന്ത് ചെയ്തത്? തലക്കൽ ചന്തു സ്മാരകം പണികഴിപ്പിച്ചത് അല്ലെ? അപ്പൊ 1802-ൽ പനമരം അല്ലെ? അതാണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ഒരു നോക്കൂ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ ബ്രിട്ടീഷ് സൈന്യം തൂക്കിലേറ്റിയ വർഷം. ആരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്നറിയോ? നമ്മുടെ പഴശ്ശി രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? കണ്ണവത്ത്
ശങ്കരൻ നമ്പ്യാർ, പ്രധാനമന്ത്രി അല്ലെ. പഴശ്ശിയുടെ പ്രധാനമന്ത്രിയാണ് ആര്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി. അപ്പൊ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ ബ്രിട്ടീഷ് സൈന്യം തൂക്കിലേറ്റിയ വർഷമാണ് ഇത്? ഓപ്ഷൻ എ 1801. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. VK മോഹൻകുമാറിന്റെ കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന കൃതി ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയതാണ്? ഓപ്ഷൻ 1 നിവർത്തന പ്രക്ഷോഭം, 2 ഈയവ മെമ്മോറിയൽ, 3 പുന്നപ്ര വാല സമരം, 4 അഞ്ചുതെങ്ങ് കലാപം. ഓപ്ഷൻസ് നോക്കൂ. A 4, ഓപ്ഷൻ B 2, ഓപ്ഷൻ C 1, ഓപ്ഷൻ D 3. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? VK മോഹൻകുമാറിന്റെ കരപ്പുറത്തിന്റെ ഇതിഹാസം 2018 വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് നമ്മുടെ VK മോഹൻകുമാറിന്റെ കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നത്. അത് ചോദിക്കില്ല, കാരണം 2018 കഴിഞ്ഞ കാര്യം എനിക്ക് ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. VK മോഹൻകുമാറിന്റെ കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന കൃതി ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയതാണ്? ഏതാണ്? പുന്നപ്ര വാലാർ സമരമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക. ഓപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾ നേരെ ഇത് 3 ആയതുകൊണ്ട് ഓപ്ഷൻ C പോയി കുത്തരുത്. ഏതാണ്? 3 ഓപ്ഷൻ D ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ D 3. ഏതാണ്? പുന്നപ്ര വാലാർ സമരം വരുന്നത് ഓപ്ഷൻ D-യിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ആ ഒരു എക്സാം ടൈമിൽ മാറി പോയി കുത്തരുത്. എന്ത് ചെയ്യാം? നല്ലോണം ക്വസ്റ്റ്യനും ആൻസറും ഓപ്ഷനും വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D 3 അഥവാ പുന്നപ്ര വാലാർ സമരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്, അതായത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം, മാസം, തീയതി, ഇത് 3 ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A 1930 ഏപ്രിൽ 13, ഓപ്ഷൻ B 1931 ഏപ്രിൽ 13, ഓപ്ഷൻ C 1930 ഏപ്രിൽ 3, ഓപ്ഷൻ D 1931 ഏപ്രിൽ 11. ഏതാണ് ആൻസർ വരിക? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ A 1930 ഏപ്രിൽ 13. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രാജസ്ഥാനിൽ നിന്ന് വന്ന വിഭാഗമാണ് അകാലികൾ. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷിയാണ് തിരുവല്ല ചിറ്റേടത്ത് ശങ്കുപിള്ള. ഓപ്ഷൻ A 1, 2 ശരി, ഓപ്ഷൻ B 1, 2 തെറ്റ്, ഓപ്ഷൻ C 2 ശരി, ഓപ്ഷൻ D 1 ശരി. ഇതിൽ ഏതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് നല്ലോണം മനസ്സിലാക്കുക. ശരിയായ പ്രസ്താവന പ്രസ്താവന 1 ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രാജസ്ഥാനിൽ നിന്ന് വന്ന വിഭാഗമാണ് അകാലികൾ. ആണോ? അല്ല. അകാലികൾ എവിടെ നിന്നാണ് വന്നത്? പഞ്ചാബിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പഞ്ചാബിൽ നിന്നും വന്ന വിഭാഗമാണ് ആര്? അകാലികൾ. അപ്പൊ ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷിയാണ് തിരുവല്ല ചിറ്റേടത്ത് ശങ്കുപിള്ള. ആണോ? ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷിയാണ് നമ്മുടെ തിരുവല്ല ചിറ്റേടത്ത് ശങ്കുപിള്ള. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ശരിയായ പ്രസ്താവന? ഓപ്ഷൻ A 1, 2 ശരിയാണോ? ഓപ്ഷൻ B 1, 2 തെറ്റ്, ഓപ്ഷൻ C 2 ശരി, ഓപ്ഷൻ D 1 ശരി. ഏതാണ്? ഓപ്ഷൻ C 2 ശരി. അതാണ് നമ്മുടെ ശരിയായ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചോദിച്ചത് എന്താണ്? തെറ്റായ പ്രസ്താവനകൾ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. തിരുവിതാംകൂർ PSC രൂപീകരണത്തിന് കാരണം. രണ്ടാമത്തെ, നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് C കേശവൻ. 3, നേതാവ് IC ചാക്കോ. അതായത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവായിട്ട് വരുന്നത് IC ചാക്കോ എന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് C കേശവൻ ആണ്. ഒന്നാമത്തെ പ്രസ്താവന തിരുവിതാംകൂർ PSC രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ A 1, 2 തെറ്റ്, ഓപ്ഷൻ B 1, 2, 3 തെറ്റ്, ഓപ്ഷൻ C 2, 3 തെറ്റ്, ഓപ്ഷൻ D 1, 3 തെറ്റ്. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? നമുക്ക് ഒന്നുകൂടി പ്രസ്താവന ഒന്നുകൂടി നോക്കാം അല്ലെ. തിരുവിതാംകൂർ PSC രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ശരിയാണ് അല്ലെ. 2, നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് C കേശവൻ ആണോ? അല്ല. ആരാണ്? IC ചാക്കോ എന്ന വ്യക്തിയാണ് നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് അല്ലെ. IC ചാക്കോ എന്ന വ്യക്തിയാണ് നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത്. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കൂ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവായിട്ട് അറിയപ്പെടുന്നത് IC ചാക്കോ ആണോ? അല്ല. ആരാണ്? C കേശവനാണ് അല്ലെ. നേതാവായിട്ട് വരുന്നത് IC ചാക്കോ അല്ല. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക? 1 മാത്രം ശരി. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ തെറ്റായിട്ട് നമ്മൾ നോക്കിയാൽ മതി. 2, 3 തെറ്റ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ ഉണ്ടാവുന്നുണ്ട്. ഓപ്ഷൻ C 2, 3 തെറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പുന്നപ്ര വാലാർ പശ്ചാത്തലമാക്കി, അതായത് പുന്നപ്ര വാലാർ സമരം പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? പുന്നപ്ര വാലാർ സമരം പശ്ചാത്തലം
പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ ഉലക്ക, ഓപ്ഷൻ ബി തലയോട്, ഓപ്ഷൻ സി മീനമാസത്തിലെ സൂര്യൻ, ഓപ്ഷൻ ഡി ചിരസ്മരണം. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ഉലക്ക അല്ലെ. ഇത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. പുന്നപ്രവാല സമര പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഓപ്ഷൻ എ ഉലക്ക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതില് നിങ്ങളോട് ചോദിച്ചത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യുക, ശരിയായ ആൻസർ എടുത്തെഴുതുക. അപ്പൊ ആദ്യം നമുക്ക് പ്രസ്താവന ഒന്ന് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം. ശരിയാണ് അല്ലെ. നമ്മൾ വൈദ്യുതി പ്രക്ഷോഭം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ക്രിസ്ത്യാനികൾ ജനകീയ സമരങ്ങളിലേക്ക് വരാൻ കാരണമായ ഒരു സമരമാണ്, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചൊരു സമരം കൂടിയാണ് ഇത് നമ്മുടെ വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ശരിയായ പ്രസ്താവനയാണ്. ഇനി അടുത്ത് നോക്കൂ. സമരത്തെ നേരിടാൻ സർക്കാർ മർദ്ദന ഉപായങ്ങൾ സ്വീകരിക്കുകയും അവസാനം സമരം പരാജയപ്പെടുകയും ചെയ്തു അല്ലെ. അതും ശരിയാണ്. സമരത്തെ നമ്മൾ കുറെ അതായത് ഒരുപാട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, പരിശ്രമിച്ചു അല്ലെ. സമരത്തെ നേരിടാൻ പല രീതികളും നമ്മൾ ഉപയോഗപ്പെടുത്തിയെങ്കിലും പക്ഷെ സർക്കാർ എന്ത് ചെയ്തു, അതിനെ നല്ല രീതിയിൽ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അത് വിജയിച്ചില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രക്ഷോഭം തുടങ്ങാൻ നമുക്ക് എന്ത് ചെയ്തു, കാരണമായി ഏത് വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. സമരം പരാജയപ്പെടുത്തി സർക്കാർ അടിച്ചമർത്തുകയാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രക്ഷോഭം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. എന്തിനായിരുന്നു വൈദ്യുതി പ്രക്ഷോഭം എന്ന് ഓർമ്മയുണ്ടോ? അതായത് സർക്കാർ എന്ത് ചെയ്തു, നമ്മുടെ വൈദ്യുതി അല്ലെ, വൈദ്യുതിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് കൊടുത്തു? ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു. ചന്ദ്രിക എന്നറിയപ്പെടുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് നമ്മുടെ വൈദ്യുതിയുടെ ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചതിനെ തുടർന്നുണ്ടായ ഒരു ജനകീയ സമരമായിരുന്നു വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമരത്തെ ആര് പരാജയപ്പെടുത്തി? സർക്കാർ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഈ 2 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ 1, 2 ശരി, ഓപ്ഷൻ ബി 1 ശരി, ഓപ്ഷൻ സി 2 ശരി, ഓപ്ഷൻ ഡി 1, 2 തെറ്റ്. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? 2 പ്രസ്താവനകളും ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ 1, 2 ശരി എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇത്തരത്തില് നമ്മള് ഇപ്പൊ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാരുടെ ചെറുത്തുനിൽപ്പ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അറിയാത്ത ഇതുവരെ കേൾക്കാത്ത റയർ ഫാക്ട്സ് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും റയർ ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ബുക്ക് വാങ്ങണം എന്നുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കോപ്പീസ് ഉറപ്പാക്കും.